ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ ഈ കാരിതാസ് ആശുപത്രി ചികിത്സയിലാണ്. അത് ജോൺ ജോസഫിൻ്റെ അണ്ടറിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയായി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം ഇൻസുലിൻ അതിനിടയ്ക്ക് എടുക്കാൻ തുടങ്ങി, ഡയബറ്റിക്കിൻ്റെ. അത് കഴിഞ്ഞ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പം ക്രിയാറ്റിൻ കണ്ടു. അപ്പോൾ തന്നെ സുരേഷ് ഡോക്ടറിനെ റെഫർ ചെയ്തു. അപ്പോൾ സുരേഷ് ഡോക്ടറാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. കിഡ്നിക്ക് എന്തോ ഫെയിലിയറാന്ന് പറഞ്ഞു. ആ ഡയാലിസിസ് ആരംഭിച്ച് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു, 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അപ്പം ശ്വാസം മുട്ടലുണ്ടായ ഉടനെ ഇവിടെ ഞങ്ങൾ വന്ന് അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് അതിന് വേണ്ടത് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പം പറഞ്ഞു ഉടൻ തന്നെ ഇത് ചെയ്യണമെന്ന്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പിന്നെയും ശ്വാസം മുട്ടലുണ്ടായി. അപ്പം തന്നെ ദീപക് ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു. ദീപക് ഡോക്ടറിനെ കാണിച്ചപ്പം ഡോക്ടർ അതിൻ്റെ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു എൻ്റെ ഹാർട്ടിൻ്റെ വാൽവിനെ ചുരുങ്ങുന്നുണ്ട്, പിന്നെ 3-4 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 76 വയസ്സുള്ള രോഗി ഒത്തിരി നാളായിട്ട് പ്രഷറുണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, കിഡ്നിയുടെ അസുഖം ഉണ്ടായിരുന്നു, കഴിഞ്ഞ കുറേ നാളായിട്ട് ഡയാലിസിസിലായിരുന്നു. ഈ രോഗി ആശുപത്രിയിൽ എത്തുന്നത് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദനയായിട്ടും ശ്വാസമുട്ടുമായിട്ടായിരുന്നു. ഡയാലിസിസ് ചെയ്തതുകൊണ്ടും ശ്വാസമുട്ട് മാറാണ്ട് വന്നപ്പം ഹൃദയത്തിൻ്റെ പരിശോധനകൾ ചെയ്തു. ഹൃദയത്തിൻ്റെ പരിശോധനകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് വാൽവിൽ ഗുരുതരമായ തകരാറുണ്ടായിരുന്നു. അയോർട്ടിക് വാൽവ് ഒത്തിരി ചുരുങ്ങിയിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു രക്തധമനി, റൈറ്റ് കൊറോണറി ആർട്ടറി, അതിനകത്തും ഒത്തിരി കാൽഷ്യം അടിഞ്ഞുകൂടി ആ ഭാഗത്തും വളരെ ക്രിട്ടിക്കൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു 90% ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ ബ്ലോക്കും ഈ വാൽവിൻ്റെ തകരാറും കൂടെ ചേർന്നായിരുന്നു ഈ 76 വയസ്സുള്ള രോഗിക്ക് വീണ്ടും നെഞ്ചുവേദനയും ശ്വാസമുട്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. രോഗിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ഇത് 2 പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതായിട്ട് വന്നു. അയോർട്ടിക് വാൽവ് മാറ്റിവെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ തുടക്കത്തിലുള്ള ബ്ലോക്ക്, വളരെ കാൽഷ്യം അടിഞ്ഞുകൂടിയിരിക്കുന്ന ബ്ലോക്ക്, അതും മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിലെ പ്രധാന പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവും ഈ രക്തധമനിയും വളരെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വാൽവ് മാറ്റിവെക്കുന്ന സമയത്ത് രക്തധമനിക്കകത്ത് ഉപയോഗിക്കുന്ന സ്റ്റെൻറ്റിനെ ഇത് ചുരുക്കി കളയാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആദ്യം ഈ ബ്ലോക്ക്, ഹൃദയത്തിലെ രക്തധമനിയിലെ ബ്ലോക്ക്, കാൽഷ്യം മാറ്റുന്ന ഉപകരണം, റോട്ടാബ്ലേഷൻ എന്നുള്ള ഉപകരണം ഉപയോഗിച്ച് കാൽഷ്യം മാറ്റി അത് ബലൂൺ വെച്ച് വികസിപ്പിച്ച് അവിടെ ഒരു സ്റ്റെൻറ്റ് വിക്ഷേപിക്കുകയുണ്ടായി. ആ സ്റ്റെൻറ്റ് ഈ അയോർട്ടിക് വാൽവിൻ്റെ വളരെ അടുത്തായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ പ്രൊസീജിയർ, ഈ അയോർട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, TAVR ചെയ്യുന്ന സമയത്ത് ഈ രക്തക്കുഴലിലെ സ്റ്റെൻറ്റും വളരെ സൂക്ഷ്മമായിട്ട് അതിനും ഡാമേജ് വരാത്ത രീതിയിൽ ഇത് 2ഉം സൈമൾട്ടേനിയസ്ലി ഒരേ ദിവസം നമുക്ക് ചെയ്യാൻ സാധിച്ചു. അത് വളരെ വിജയകരമായി ചെയ്യാനും സാധിച്ചു. രോഗി ഇപ്പം വീണ്ടും ഡയാലിസിസിലാണ്. അതേസമയം ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളും ശ്വാസമുട്ടും നെഞ്ചുവേദനയെല്ലാം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഡോക്ടർമാരുടെ ചികിത്സയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും നല്ല ഇടപെടലായിരുന്നു. ദീപക് ഡോക്ടർ വന്ന് എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയും പേടിക്കുകയും ഒന്നും വേണ്ടെന്ന് പറയുകയും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും, ഞങ്ങളുടെ കുടുംബത്തുള്ളവരും പിള്ളേർ 2 പേരും എല്ലാവരും കൂടെ നിശ്ചയിച്ച് ഇത് തന്നെ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ അതിന് സമ്മതിച്ച് ഒരു ദിവസം അതൊന്ന് ചെയ്തു. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരാഴ്ചയെ കിടന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയി 2 ആഴ്ച വന്നപ്പം ദീപക് ഡോക്ടറിനെ വന്ന് കണ്ടു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഈ 2 പ്രശ്നങ്ങളും ഒരേ സമയം അത് പരിഹരിക്കാൻ സാധിച്ചത് വളരെ വിജയകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. രോഗി ഷീ ഈസ് ഡൂയിങ് വെൽ നൗ. 76 വയസ്സാണെങ്കിലും അമ്മച്ചി വളരെ ആരോഗ്യവതിയായി ഇപ്പോൾ ഇരിക്കുന്നു.